ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ക്രിസ്റ്റൽ ബീഡ് കൊണ്ട് എങ്ങനെയാണ് പാദസരം ഉണ്ടാക്കുക എന്നും അതുപോലെ തന്നെ ഒരു ഇൻവിസിബിൾ മാലയും ഉണ്ടാക്കുക എന്നും പഠിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ക്രിസ്റ്റൽ ബീഡ് ഒരു ലെയറായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വാങ്ങിക്കാം. അപ്പോൾ ഒരു ലെയറിൻ്റെ റേറ്റാണ് ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ലെയർ എത്രയാണ് ഉണ്ടാവുക, നമ്മൾ പാദസരം ഉണ്ടാക്കിയാലും എത്രയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെയുള്ളത് ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പാദസരം ഉണ്ടാക്കാൻ പോകുന്നത് ചെറുതല്ല കേട്ടോ, വലുതാണ്. എനിക്കൊക്കെ പറ്റിയ ടൈപ്പാണ്, കുട്ടികൾക്കുള്ളതല്ല. പിന്നെ ഇതേപോലത്തെ ഗിയർ ലോക്ക് വേണം. അത് ഇത്രയൊന്നും വേണ്ട, ഒരു 4 എണ്ണമൊക്കെ മതി കേട്ടോ, കുറച്ച് മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ വൈറ്റ് ബീഡാണ് കേട്ടോ. വൈറ്റ് ബീഡ് മാത്രമല്ല, വേറെയും ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഗോൾഡൻ കളറ് ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് വൈറ്റ് ബീഡ് എടുത്തത്. ചങ്കിരി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു ഗിയർ വയറാണ് വേണ്ടത്. ഗിയർ വയർ അല്ലെങ്കിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഗിയർ വയർ ആകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഗിയർ ലോക്കിൻ്റെയൊക്കെ ആവശ്യം വരിക. പിന്നെ വേണ്ടത് പോലെയുള്ള റിങ് ആണ് കേട്ടോ. അത് ഇത്രയൊന്നും വേണ്ട, 4 എണ്ണം മതി. പിന്നെ വേണ്ടത് ഇതേപോലത്തെ കുളത്താണ്. ഈ കുളത്തില്ലെങ്കിൽ ഫിഷ് ലോക്ക് ആയാലും മതി, അല്ലെങ്കിൽ പാദസരം ഉണ്ടാക്കുന്ന കുളത്ത് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുളത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഒരു പാദസരം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കേട്ടോ. പിന്നെ ചെറിയ കുട്ടികളൊക്കെ പാദസരം ഉണ്ടാക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിരുന്നു, അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അതിൽ ചങ്കിരി വെച്ചിട്ടാണ് ചെയ്തത്. എൻ്റെ മോൾക്ക് ചെയ്തപ്പം കാല് വേദനിച്ച് ചങ്കിരി വെച്ചിട്ട് ചെയ്ത സമയത്ത്, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വൈറ്റ് ബീഡും എടുത്തത്. ഇത് എനിക്കുള്ളതാണ്. സാധാരണ ചെറിയ കുട്ടികൾക്കാവുമ്പോഴും ബീഡാവുമ്പോൾ അവർക്ക് കാലിൽ കുത്തൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത്. പിന്നെ നമ്മളെ കാലിൻ്റെ അളവിൽ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 എണ്ണം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പാദസരം ഉണ്ടാക്കാനായിട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു റിങ് ഇട്ട് കൊടുക്കാം. അപ്പം റിങ്ങിൻ്റെ കൂടെ ഗിയർ ലോക്കും വരും. അപ്പോൾ പിന്നെ നമുക്ക് ബീഡ് വെച്ച് ചെയ്താൽ ലാസ്റ്റ് വരുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു റിങ് ഇട്ട് കൊടുക്കാം, അതിന് ശേഷം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗിയർ ലോക്ക് സംഭവം ഇത്ര കുഞ്ഞാണെങ്കിലും കണ്ടാൽ ചെറുതാണ്, പക്ഷേ ഭയങ്കര ഉപകാരമുള്ളൊരു സാധനം കേട്ടോ. ഇത് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ഒരിക്കലും ഇളകി പോരില്ല, നല്ല ടൈറ്റിൽ തന്നെ കിടന്നോളും. ഇതിന് അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ ഗിയർ ലോക്കിന്. ഇതൊക്കെ ഈ ഗിയർ വയറിൽ ചെയ്യുമ്പോൾ മാത്രമേ ആവശ്യമുള്ളൂ. ഇലാസ്റ്റിക്കിലാണെങ്കിൽ ഈ ഗിയർ ലോക്കിൻ്റെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ. എന്നിട്ട് നമുക്കിത് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഗിയർ വയർ ഒന്നുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതേ രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പ്ലക്കർ കൊണ്ട് അതൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. നല്ല ടൈറ്റിൽ തന്നെ കിടന്നോട്ടെ. അപ്പോൾ ഇതേ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്കൊരു പിന്നെ പ്ലക്കർ കൊണ്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവൊന്നുമില്ല കേട്ടോ, നല്ല ടൈറ്റിൽ അവിടെ കിടന്നോളും, ഇളകിപ്പോരൊന്നുമില്ല. ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്കൊന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. കാറ്റലോഗിൻ്റെ ലിങ്ക് ഉണ്ടാവും, അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. പിന്നെ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്കിതാ ക്രിസ്റ്റൽ ബീഡ് ഇങ്ങനെ എടുത്തു വെക്കാം. പിന്നെ ഇതിൻ്റെ തന്നെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ഗോൾഡൻ കളർ മാത്രമല്ല, കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ചെയ്തെടുക്കാവുന്നതാണ്. പാദസരം മാത്രമല്ല, ബ്രേസ്ലെറ്റും മാലയും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം നമുക്കിതാ ക്രിസ്റ്റൽ ബീഡ് ഒന്നിട്ട് കൊടുത്തു, അതിന് ശേഷം വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കൊരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കണം. ഇതേ രീതിയിലാണ് മുഴുവനായും ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്രിസ്റ്റൽ ബീഡും വൈറ്റ് ബീഡും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഗിയർ ലോക്ക് ഒന്ന് അമർത്തിയിരുന്നില്ലേ, അപ്പോൾ അവിടെ കുറച്ച് ഭാഗം ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് ഉള്ള ഭാഗം
കൂടെ നമ്മൾ ഈ ക്രിസ്റ്റൽ ബീഡും വൈറ്റ് ബീഡും ഒക്കെ ഒന്നുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായി ടൈറ്റ് ചെയ്ത് നിൽക്കും, കണ്ടില്ലേ? ഇതേ രീതിയിൽ വേണം നമ്മൾ ഒന്നുകൂടെ ചെയ്തെടുക്കാൻ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കൂടി ഒരു നല്ല ടൈറ്റിൽ കിടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇളകി പോരാത്ത രീതിയിൽ കിടക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതേ രീതിയിൽ മുഴുവനും ബീഡ് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ക്രിസ്റ്റൽ ബീഡ്, അതുപോലെ വൈറ്റ് ബീഡ്, പിന്നെ ഒരു ക്രിസ്റ്റൽ ബീഡ് വരുന്ന രീതിയിൽ മുഴുവനായും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് ഈ ഗിയർ വയർ എന്താണ്, കോപ്പർ വയർ എന്താണ് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പാദസരം, മാല അതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇതേപോലത്തെ ഗിയർ വയർ കേട്ടോ. കോപ്പർ വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ ആക്സസറീസൊക്കെ ഉണ്ടാക്കാൻ തിയാരയൊക്കെ മേക്ക് ചെയ്യൂലേ, ഹെയർ ബാൻഡ്, തിയാര അതൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോപ്പർ വയർ. അപ്പം നിങ്ങൾ മെറ്റീരിയൽസ് വാങ്ങുന്ന സമയത്ത് കാറ്റലോഗ് നോക്കുമ്പോൾ കോപ്പർ വയറെന്നും ഗിയർ വയറെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോവരുത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് ക്ലിയറാക്കി പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്നതിനിടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ കുറേ പേരൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം റേറ്റ് അറിയാത്തവരൊക്കെ ഉണ്ട്. എത്ര രൂപക്കാണ് സെയിൽ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാത്തവരുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരും കേട്ടോ, മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇതാ ഇതേ രീതിയിൽ നമ്മൾ മുഴുവനായും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഭംഗിയുണ്ടോ? ഇതേ രീതിയിലാട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഈ ഗിയർ വയറിലായതുകൊണ്ടാണ് ഒന്നൊരു ഇങ്ങനെ ചുരുണ്ട പോലെ കാണുന്നത്. ഇലാസ്റ്റിക്കിലാവുമ്പോൾ ആ രീതിയിൽ ഉണ്ടാവില്ല. ഗിയർ വയറാകുമ്പോൾ ഒരിക്കലും പൊട്ടിപ്പോവില്ല കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ നിന്നോളും, നമുക്ക് ധൈര്യത്തിൽ സെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാദസരത്തിൻ്റെ ഫൈനൽ ഭാഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ റിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഒന്നുകൂടെ ഗിയർ വയർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റിൽ തന്നെ നിന്നോളും. പിന്നെ പൊട്ടിപ്പോവുക, ഇളകിപ്പോരുക ഒന്നും ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യത്തിൽ സെയിൽ ചെയ്യാം, ഈ പിന്നെ ഗിയർ വയറിലൊക്കെ ചെയ്യുന്ന സമയത്ത് കേട്ടോ. പിന്നെ കുട്ടികൾക്കാകുമ്പോൾ ഇത്രയൊന്നും വലുപ്പം വേണ്ടല്ലോ, ചെറുത് മതി. അപ്പം തന്നെ നമുക്കൊരു ലെയർ വാങ്ങിയാൽ കുറേ ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പാദസരം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു കുളത്തൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെ ഗിയർ ലോക്ക് റിങ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാം. ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി വന്ന ബാലൻസ് ഇല്ലേ, അത് ഈ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ പാദസരം റെഡിയാവും. അപ്പോൾ ലാസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുമ്പം നല്ല ടൈറ്റിൽ തന്നെ നിന്നോളും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ടൈറ്റിൽ തന്നെ നിന്നോളൂ കേട്ടോ. ലാസ്റ്റ് ഭാഗത്തുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു പാദസരയുടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നില്ല. ഇപ്പോൾ ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതൊന്ന് കാണിച്ചു തരാം. നിങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മളെ കാലിലൊക്കെ ഇട്ട് നോക്കുക, അതേപോലെ സെയിൽ ചെയ്യുക. നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അടുത്തുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ കുറേ മെറ്റീരിയൽസ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത്. അത് ഇത്രയേ ഉള്ളൂ. നമ്മളെ പാദസരം റെഡി ആയിട്ടുണ്ട്. പാദസരം മാത്രമല്ല, ഇത് വെച്ചിട്ട് നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ടും ചെയ്യാം, പിന്നെ മാലയായിട്ടും ചെയ്യാം, ഒക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയായിരിക്കും. ക്രിസ്റ്റൽ ബീഡ് ആയതുകൊണ്ട് ഒരിക്കലും പിന്നെ കളറൊന്നും പോവില്ല, ഏത് കാലവും അതേപോലെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ ചെയ്യാം. പിന്നെ ഗിയർ വയർ ആയതുകൊണ്ട് പൊട്ടിപ്പോവില്ല കേട്ടോ. നല്ല വൃത്തിക്ക് നല്ല ക്വാളിറ്റിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം.
കണ്ടില്ലേ, ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ടും നല്ല ഭംഗിയില്ലേ കയ്യിൽ കാണാൻ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ 2 പാദസരത്തിനുള്ളത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഒരു ഇൻവിസിബിൾ മാല ഉണ്ടാക്കാം. ഇപ്പോൾ ട്രെൻഡായിട്ട് പോകുന്നത് ഇൻവിസിബിൾ മാലയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആവശ്യം ഇൻവിസിബിൾ മാലയാണ്. കാരണം മാല ഇട്ടു എന്ന് തോന്നാത്ത രീതിയിൽ എങ്കിൽ ബീഡ്സോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ലോക്കറ്റൊക്കെ വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഇൻവിസിബിൾ മാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നേരത്തെ ഉണ്ടാക്കിയ പാദസരത്തിൻ്റെ ബാക്കി വരുന്ന ക്രിസ്റ്റൽ ബീഡാണിത്. അപ്പോൾ വലിയവർക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഇത്രയും കുറച്ചുള്ളത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതിലും കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻവിസിബിൾ മാലയ്ക്ക് വേണ്ടിയിട്ടൊരു 3 ക്രിസ്റ്റൽ ബീഡ് കൂടെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നാലും നമുക്ക് ഈ ക്രിസ്റ്റൽ ബീഡ് ഒരു ലെയർ വാങ്ങിയാലും ബാക്കിയുണ്ടാവും. അപ്പോൾ നമ്മൾ പാദസരം ചെയ്ത പോലെ തന്നെ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക, ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 6 ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് മതി, അതാണ് അതിൻ്റെ ഭംഗി. എന്നിട്ട് 2 സൈഡിലും ഗിയർ ലോക്ക് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ലോക്കറ്റ് ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇൻവിസിബിൾ മാല ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഭയങ്കര എല്ലാവർക്കും ആവശ്യം ഇങ്ങനത്തെ മാലയാണ് കേട്ടോ. ഞാൻ ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പ് പറഞ്ഞില്ലേ, അതിലൊക്കെ നോക്കിയാൽ തന്നെ കാണാം കുറേ പേര് ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്. നല്ല റേറ്റിന് തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈവ് സെക്ഷനിലൊക്കെ ഞാൻ കറക്റ്റായിട്ട് എങ്ങനെയാണ് ആ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് നിങ്ങളെ പ്രൊഡക്റ്റൊക്കെ ഒന്ന് സെയിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞ് കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ മാലയും റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ലാസ്റ്റ് ഭാഗത്ത് എത്തുമ്പോൾ നമുക്കൊരു റിങ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഇൻവിസിബിൾ മാല കൂടുതലായിട്ടും സെയിൽ നടക്കുന്നത് വലിയവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കൂടുതലായിട്ടും എല്ലാവരും കുട്ടികൾക്കല്ല വാങ്ങുന്നത്, വലിയവർക്കാണ്. അപ്പം അവർക്കായിരിക്കും ഇതൊന്നുകൂടെ നല്ല ഭംഗി ഉണ്ടാവുക. എല്ലാ ഡ്രസ്സിനും മാച്ചാക്കി ഇടാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ വലിയവർക്ക് തന്നെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ നമ്മളൊരു ലോക്കറ്റ് കൂടെ ഇട്ട് കൊടുത്ത് നമ്മളെ മാലയും റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ പാദസരവും മാലയും റെഡിയായി. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതേപോലെ സെയിൽ ചെയ്യുക. വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് വെച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ഒക്കെ സെയിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്